ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവർക്കും ഹാപ്പി വിഷു പറയുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിന് എന്നും ഐശ്വര്യം സമൃദ്ധി എല്ലാം ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഞാൻ ബിഗ് ബോസിലെ ഒരു പുതിയ പ്രോമോ വന്നിട്ടുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജാൻമണി പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. ശാപവാക്കുകൾ കൊണ്ട് പറയുന്നത് ജാൻമണി പുറത്ത് പോകുന്നു. അപ്പോൾ ഇന്ന് എന്താണെന്ന് അറിയില്ല. ഇന്നിപ്പോൾ വിഷു ആയതുകൊണ്ട് തന്നെ ഡാൻസും പാട്ടുകളും ഒക്കെയാണ്. അതുപോലെ തന്നെ ലാലേട്ടൻ വീടിനകത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ജാൻമണി പുറത്ത് പോകാൻ ചാൻസ് ഇല്ല, ഇന്ന് പോവാൻ ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്. പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഒരു നല്ലൊരു ഇതായതുകൊണ്ട്, അന്ന് ഈസ്റ്റർ ആയത് കാരണം ഇതുണ്ടായിരുന്നില്ലല്ലോ, എവിക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇന്നിപ്പോൾ വിഷു ആയതുകൊണ്ട് ജാൻമണിയെ പുറത്താക്കാനുള്ള ചാൻസ് കുറവാണ്, ഇന്ന് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ. പിന്നെ നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ അകത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അകത്തോട്ട് പോകുമ്പോൾ എന്തായാലും ജാൻമണി പുറത്തു പോകാൻ ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്. മിക്കവാറും അടുത്ത ആഴ്ചയായിരിക്കും എലിമിനേഷൻ. ഈ ആഴ്ചയിലെ എലിമിനേഷൻ മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് വന്നേക്കണത്. അപ്പോൾ നമുക്ക് അറിയില്ല, ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ ഭയങ്കര പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് ബിഗ് ബോസ് വീടിനകത്ത് നടക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്രോമോ. അപ്പോൾ എന്താണെന്ന് അറിയില്ല, ജാൻമണി കുറച്ചുകൂടെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ജാൻമണിയുടെ ശാപവാക്കുകളും ഇതൊക്കെയാണ് ജാൻമണിക്ക് വിനയായിട്ട് വന്നേക്കണത്. ഇപ്പം ഇന്നലത്തെ ഒരു വീഡിയോയിൽ തന്നെയാണെങ്കിലും ജാൻമണി നോറേനെ ഒന്ന് തുപ്പിയിട്ട് പോകുന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ജാൻമണിക്ക് ഒരു മാറ്റവും കുലുക്കവും ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് മിക്കവാറും ജാൻമണി പുറത്താക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ജാൻമണി ശരിയാണ്, നല്ലൊരു ആളാണ്. പക്ഷേ ഈ ഇങ്ങനെയുള്ള വാക്കുകളും ഇതൊക്കെയാണ് പുള്ളിക്കാരുടെ നാവാണ് പുള്ളിക്കാരനെ സൂക്ഷിക്കുന്നത്. എല്ലാവരെയും ശാപവാക്കുകൾ കൊണ്ട് അങ്ങനെ ആക്കുകയാണ്. ജിൻഡോയായിട്ട് ഭയങ്കര കൂട്ടാണ്. അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് സങ്കടമായിരിക്കും ജാൻമണി പുറത്ത് പോകുന്നത്. എന്ത് തന്നെയാലും ജാൻമണിയുടെ വാക്കുകളാണ്, നാവാണ് സൂക്ഷിക്കേണ്ടത്. ജാൻമണിയുടെ നാക്കാണ് ജാൻമണിയെ ഇത്രയും പ്രശ്നത്തിൽ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം, എവിക്ഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. എന്തായാലും കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ ഇന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്. ആ ഒരു പ്രോമോ കാണുമ്പോൾ ഇന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, അതാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഒന്നുകൂടെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി വിഷു നിങ്ങളുമായിട്ട് പറയുകയാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ നല്ലൊരു നന്മ നിറഞ്ഞൊരു വർഷം ആവട്ടെ എല്ലാവർക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു ആൻഡ് ബൈ.